Welcome to episode 2 of OT Travel Series. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് പുതുതായി പണിത ഉക്കടം ബ്രിഡ്ജിലേക്കാണ്. സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുമ്പിൽ പോയാൽ ലെഫ്റ്റിൽ കാണാൻ പറ്റും. ഇവിടെ കോയമ്പത്തൂർ ലേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ് ടൈമൊക്കെ വന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ താഴേന്ന് പോകുമ്പോഴേക്കും നല്ല ഇതിൽ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കോയമ്പത്തൂർ ലേക്ക്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഊട്ടിയിലേക്ക് 88 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. ഈ കാണുന്നതാണ് കോയമ്പത്തൂരിലെ പോത്തീസ്. പിന്നെ തൊട്ടിപ്പുറയായിട്ട് കാണുന്നതാണ് ചെന്നൈ സിൽക്സ്. ഇതിപ്പോൾ ഉക്കടം മാർക്കറ്റ് വഴി നമ്മൾ ഊട്ടി റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് പൂ മാർക്കറ്റ്. ഇവിടുത്തെ മോന് സുഖമായിട്ട് ഉറങ്ങുന്നു. അവനിപ്പോൾ ഇപ്പോഴേ എണീക്കില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും എണീക്കുക. കിലോമീറ്റർ പെട്ടെന്ന് വെച്ച് ഡൗൺ ആയി. നേരത്തെ 90 സംതിങ് കാണിച്ചപ്പോൾ 65 ആയി. അത് കറങ്ങി തിരിഞ്ഞ വഴിയാണ് കാണിച്ച് 30 കിലോമീറ്റർ. ഈ കാണുന്നതാണ് ഇവിടുത്തെ സവാള മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ സവാള ഫുള്ള് ചാകുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്സ് കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ. ബിൽഡിംഗ് ബ്ലോക്സ് ഇങ്ങനെ അടുക്കി കുട്ടികൾ കളിക്കുന്ന ബ്ലോക്സ് അടുക്കി വെച്ച പോലെ ഇല്ലേ ഇല്ലേ? ഇതാണ് മലനിരകള്. നമ്മളിപ്പം മേട്ടുപ്പാലയം അടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മലകളൊക്കെ കണ്ടു തുടങ്ങിയത് ഇത്രയും വിസിബിളായിട്ട്. ഇവിടെ നിന്ന് ഇനി കൂണൂരിലേക്ക് 32 കിലോമീറ്റേഴ്സും ഊട്ടിയിലേക്ക് 49 കിലോമീറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ഇനി മേട്ടുപ്പാലയം നമ്മളെത്തി. ഇവിടെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് എത്തിയല്ലോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഫ്രഷ് ചെയ്തിട്ടായിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെത്തി. ഇനി നമുക്ക് അവനെ വിളിക്കണം. നല്ല ഉറക്കിലായിരിക്കുമ്പം അവനെ വിളിക്കുമ്പോൾ ഇച്ചിരി ചടങ്ങാണ്. കുറേ വിളിക്കേണ്ടി വരും. ഇപ്പോൾ വിളിച്ചിപ്പം എണീക്കുന്നില്ല. കുറേ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എണീച്ചോ? ഉറക്കപ്പിച്ചിലാണ് ആള്. വീണ്ടും കിടന്നു. നമ്മൾ എണീപ്പിച്ച് നിർത്തിയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെയെങ്കിലും കണ്ണു തുറന്ന് പിന്നെ ആള് ഉഷാറായിക്കോളും. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫ്രഷനപ്പ് ചെയ്യും. പിന്നെ ഫുഡ് കഴിക്കും. പിന്നെ ആയിരിക്കും നമ്മൾ ഹെയർ പിൻ ബെൻസൊക്കെ കയറാൻ പോകുന്നത്. Dosa is Burj Khalifa. I love dosas. ഇനി അവൻ വാഷ്റൂമിലേക്കുള്ള ഓട്ടത്തിലാണ്. അപ്പോഴത്തേക്കിനി നമുക്ക് കുറച്ച് വ്യൂസ് കണ്ടാലോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാണ് ഇവിടെ നല്ല വ്യൂ. മലകളൊക്കെ ഈ ഒരു ടൈമിൽ നല്ല ക്ലിയർ ആയതുകൊണ്ട് ഇങ്ങനെ കാണാണ്. അല്ലാത്ത ടൈമിലൊക്കെ മഞ്ഞ് മൂടിയ മലകളായിരിക്കും കാണാൻ കഴിയുക. ഇതാണ് നമ്മൾ
സ്റ്റാർട്ടിങ്. എന്താ നമ്മളിപ്പം ചെക്കിംഗ് പോയിന്റിലേക്ക് എത്തി. നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമുക്ക് റീയൂസബിൾ മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റൂ, അല്ലാതൊക്കെ അവർ എടുത്ത് കളയും. ദിസ് ഈസ് ദ ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ്. പിന്നുണ്ടല്ലോ, ഞങ്ങളുടെ അടുത്ത് ഇ പാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇ പാസ് എടുക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇ പാസ് ഇല്ല. അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് ഇ പാസ് തമിഴ്നാട് ഇ പാസ് ആ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം അവർ ഇത് ഡൗൺലോഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു, കയറി തുടങ്ങി. അപ്പം ആരെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ, അല്ലെ ഇ പാസ് വല്ലതും ഉണ്ടോ എന്ന് ചെയ്ത്. ഇപ്പോൾ അന്ന് ഒരിക്കൽ തുടങ്ങിയതായിട്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇതാ നമ്മളിപ്പം സെക്കൻഡ് ലാസ്റ്റ് ഹെയർ പിൻ ബെൻഡായ 13th ഹെയർ പിൻ ബെൻഡിലേക്ക് എത്തി. നമുക്കിവിടെ കാറ് സൈഡിലാക്കിയിട്ട് ഇറങ്ങിയൊന്ന് നോക്കാം. ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത്രയും ഗ്രീനിഷ് ആയിട്ട് കാണുന്നത് നമ്മൾ ഈ ജസ്റ്റ് മൺസൂൺ കഴിഞ്ഞിട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ ഒരു ടൈമിൽ വരുവാണെങ്കിൽ നല്ല ഗ്രീൻ ആയിട്ട് കാണാൻ പറ്റും. ഇതേ വഴിയിലൊരു കാട്ടുപോത്ത് സ്റ്റാച്യു പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ഈ ട്രാക്കിലൂടെ ആയിരിക്കും ട്രെയിൻ പോകുന്നത്. മൈസൂരു ഞങ്ങളിതാ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നീലഗിരിയിലെ വൺ ഓഫ് ദ മെയിൻ പാർട്ടായ കുന്നൂരിലേക്കാണ്. ട്രീസ് ഒക്കെ കണ്ടില്ലേ? കുന്നൂർ. ഞങ്ങളിതാ കുന്നൂരെത്തി. അപ്പുറത്തേക്ക് കാണുന്നതാണ് റെയിൽവേ ട്രാക്ക്. നമ്മൾ ടോയ് ട്രെയിൻ പോകുന്ന ട്രാക്കാണ് കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ കുന്നൂർ ടൗണിൽ തന്നെ. ജസ്റ്റ് നമ്മൾ ടൗണിൽ കയറുന്നതും റെയിൽവേ സ്റ്റേഷനായിരിക്കും. ഇതാണ് കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കണം. ഇവിടെ നിന്ന് കുന്നൂർ ടു ഉദകമണ്ഡലം. നേരത്തെ ഓൺലൈനിൽ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് തത്കാൽ ടിക്കറ്റിന് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ കിട്ടുവാണെങ്കിൽ ട്രെയിനിൽ കയറി ഉദകമണ്ഡലം പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കിട്ടുമെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് നോക്കിയേക്കാം അല്ലേ?
ഇതാണ് കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ദേ ഇതാണ്. ദേ ഇപ്പോൾ ഊട്ടിയിൽ നിന്നുള്ള ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദകമണ്ഡലത്തിൽ നിന്നുള്ള ട്രെയിനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. This is the historic Nilgiri Mountain Railway, often called Ooty Toy Train, a UNESCO World Heritage Site. 100+ ഇയേഴ്സ് ആയിട്ടുള്ള ടോയ് ട്രെയിനാണിത്. ആ ട്രെയിൻ അങ്ങോട്ട് പോയിട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരുവാണ്. ഇതിപ്പം മേട്ടുപ്പാളയം പോകുന്ന ട്രെയിനാണ്. ഊട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. വന്നിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ എടുത്തിട്ട് മേട്ടുപ്പാളയം പോകും. ഞങ്ങൾ പോകാനുള്ളത് മേട്ടുപ്പാളയം ടു ഊട്ടി പോകുന്ന ട്രെയിൻ. അതെ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ആ പുക പോകുന്നത്? മേട്ടുപ്പാളയം ടു കുന്നൂർ വരുന്നതാണ് ഈ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ. മറ്റേത് ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ആ എഞ്ചിൻ മാറ്റിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാനായിട്ട്. ഇതാണ് ചെയ്യാ ട്രെയിൻ. ദിൽസയിൽ ഷാരൂഖ് ഖാൻ്റെ ആ ഒരു ചില ചെയ്യാ പാട്ടില്ലേ, ആ പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ട്രെയിനിലാണ്. അന്നത്തെ ആ ട്രെയിനിൻ്റെ ആ ഒരു കോലം എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ ആ പാട്ടൊന്ന് കണ്ടാൽ മതി. ട്രെയിനിൻ്റെ പൊക്കത്തിരുന്ന് ആ ഒരു ഡാൻസ് കളിക്കുന്നതില്ലേ, അത് ഈ ട്രെയിനാണ്. ആ ട്രെയിൻ അതെ ഈ പുക പോകുന്നത് കണ്ടോ? അതെ അവരെ അഴിച്ചുപണിയൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിപ്പോൾ ഈ എൻജിൻ അടിക്കുന്നതിൻ്റെ ആ ഒരു പരിപാടിയിലാണ്. ഇനിയിപ്പോൾ ഇത് അഴിച്ചിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുകളിലേക്ക് പോകാനുള്ള ഡീസൽ എൻജിൻ കണക്ട് ചെയ്തിട്ടുമായിരിക്കും ഇനി നമ്മൾ മുകളിലേക്ക് പോവാം. സെപ്പറേറ്റ് ആവുന്നു. സെപ്പറേറ്റ് ആയി പോകുന്നുണ്ടോ? വാവ്, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതൊക്കെ വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വർത്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങളിപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുന്നൂർ ടു ഉദകമണ്ഡലം. അതിലെ ഇനി കാഴ്ചകളാണ് ഇനി ഇപ്പം കാണുന്നത്. ഈ കേൾക്കുന്നതാണ് ട്രെയിനിൻ്റെ സൗണ്ട്. നമ്മളെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സൗണ്ടില്ലേ, ഇതാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൗണ്ട്. അരവങ്കാട് എന്ന് പറയുന്ന സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം. വൺ അവർ ട്രെയിൻ ജേർണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിതാ ഉദകമണ്ഡലത്തിലെത്തി. ഇനി ഇവിടെ നിന്ന് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് നമുക്ക് തിരിച്ച് പോകണം. തിരിച്ചെന്തായാലും ഇവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും തിരക്കാണ് ഇവിടെ. We are back to കുന്നൂർ. ഞങ്ങളിപ്പോൾ കുന്നൂർ എത്തി. ഇനിയിപ്പം ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം.
തോന്നുന്നു ഈ ടീ ലീവ്സൊക്കെ പ്ലക്ക് ചെയ്തിട്ട് അവരുടെ വൺ സെറ്റ് ഓഫ് ഇതൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അവർ പുലർച്ചെ അവർ തുടങ്ങുമല്ലോ. നമ്മളെത്തി. അതാ ഇതാ കണ്ടോ, ഇവിടെ കൂണൂരിൽ കൂടുതലും ഈ ടീ പ്ലാന്റേഷൻസ് ആണ് കൂടുതൽ കാണാൻ പറ്റുക. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ഈ കാണുന്നതാണ് സ്ലീപ്പിൻ ലേഡി. പേര് വന്നതിന് കാരണം അതിൻ്റെ റോക്ക് ഫോർമേഷൻ, ജിയോഗ്രഫിക്കൽ ഫോർമേഷൻ കാരണമാണ്. ഇതാണ് മുഖം, പിന്നെ ചെസ്റ്റ്, പിന്നെ 2 കാലുകൾ ഇങ്ങനെ പൊക്കി മടക്കി വെച്ച പോലെ ഇല്ലേ. ചായ വേണമെങ്കിൽ കുടിക്കട്ടെ, അടിപൊളി ചായ. ഇതാ ഈ കാണുന്നതാണ് മേട്ടുപ്പാളയം ടൗൺ. സൂം ചെയ്തപ്പോൾ കണ്ടതാണ് മേട്ടുപ്പാളയം ടൗൺ. പിന്നെ ഇതാ ഇത് ലാംസ് റോക്ക്. ഇവിടുന്ന് നമുക്ക് സൈറ്റ് കിട്ടുന്നതാണ്. അല്ലാണ്ട് നമുക്ക് പോയി കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ കാണുന്നതാണ് ആദിവാസി കുടിലെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു സൈറ്റ് സീനിന്. ഇവിടെ അടുത്ത് തന്നെ ആയിട്ട് ടീ എസ്റ്റേറ്റ്സ് ഒക്കെ, ഫുള്ളി ഇവിടെ ടീ എസ്റ്റേറ്റ്സ് ആണ്. ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്പൈസസ്. ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് സ്പൈസസ് കിട്ടും. വെറൈറ്റീസ് ഓഫ് ബിരിയാണി സ്പൈസസ് നമുക്ക് ഇവിടുന്ന് നല്ല സ്മെല്ലാണ് ഇവിടെ. പിന്നെ വെറൈറ്റീസ് ഓഫ് ടീസ്, പിന്നെ ഓയിൽസ്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. പുൽത്തൈലമൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇതൊക്കെ ഓരോ വെറൈറ്റീസ് ഓഫ് ഓയിൽസ് ആണ് ഇവിടെ. പിന്നെ നമുക്ക് ടീ ബാഗ്സ് വാങ്ങണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങാം. ചോക്ലേറ്റ് ടീ, പിന്നെ അങ്ങനെ കുറേ ടീസൊക്കെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഡോൾഫിൻ നോസിലേക്കാണ്. അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു 3-4 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പോകുന്ന വഴിക്കല്ല ഇനി കാഴ്ചകളും കണ്ട് നമുക്ക് പോവാം. ഇവിടെ ഒരു സ്റ്റെപ്പ് ലൈക്ക് ഒരു എന്തൊക്കെയോ കാണുന്നുണ്ട്. അമ്പലമാണോ എന്താണെന്നറിയില്ല. അത് കുറച്ച് സ്റ്റെപ്സൊക്കെ ആയിട്ട് കയറി ചെല്ലാനുള്ളൊരു ഏതാണെന്നൊന്നും അറിയില്ല. അവിടെ ഒന്നും കണ്ടില്ല. അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുടെ ചോദിക്കായിരുന്നു. ഓക്കെ ഫൈൻ, നമുക്ക് പോവാം. ഡോൾഫിൻ നോസ്, പിന്നെ ലേഡി കാനൻ സീറ്റ്. ലേഡി കാനൻ സീറ്റ് എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, അതാണ്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡോൾഫിൻ ഹൗസിലേക്കാണ് പോകുന്നത്. അവർ ഇലകളൊക്കെ പറിച്ച് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. ഇവിടെ കൂടുതലും ഉള്ള ആൾക്കാരൊക്കെ ഈ ടീ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഫുള്ളായിട്ട് തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗ്ലിൻഡെയിൽ ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്. ഇവിടെ ഫുള്ളി ഈ ഫാക്ടറീസ് മാത്രമേ ഉള്ളൂ, ടീ ഫാക്ടറീസ് മാത്രം. നല്ല ഭംഗിയാണ്, ഫുള്ള് പച്ചപ്പ് മാത്രമേ. ഇവിടെ തിരിഞ്ഞാലും പച്ച പച്ച പച്ച. പിന്നെ ഈ കാണുന്ന മലനിരകളിൽ വഴിയും കുഴപ്പമില്ല, വഴിയും നല്ലതാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇത് അനുഭവിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പിന്നെ ഇതിന്ന് അങ്ങോട്ടേക്ക് കയറുമ്പോൾ നമുക്ക് പാസ് എടുക്കണമെന്നുണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് അധികം സ്ഥലങ്ങളൊന്നും ഇല്ല തോന്നുന്നു.
അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. ഇവിടെ കൂടുതലും കോട്ടേജസും അങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അല്ലാണ്ട് അധികം റിസോർട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുന്നൂറിലെ റിസോർട്ട്സും കാര്യങ്ങൾ. ദേ കണ്ടോ ഇവിടുത്തെ ഭംഗി. ഈ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ കുന്നൂരിൽ വന്ന് സ്റ്റേ ചെയ്യുക തന്നെ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഊട്ടിയിൽ നിന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഈ ഭംഗിയൊന്നും അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഈവനിങ് നമുക്കിങ്ങനെ കാറിൽ ഇറങ്ങി ഇങ്ങനെ ഡ്രൈവിലൊക്കെ ഇറങ്ങി, അതെ ഇപ്പം നമ്മൾ ഈവനിങ് ടൈമിലാണ് ഈ കാണുന്നത്. ഒരു 4:30 ആ ഒരു ടൈമാണിത്. നമ്മളിപ്പം ഡോൾഫിൻ നോസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തു. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഡോൾഫിൻ നോസിലേക്ക്. അതിൻ്റെ സൈഡിലെ സ്റ്റോൾസൊക്കെയാണിത്. ഇവിടെ കൂടുതലും മാഗിയൊക്കെയാണ് കൂടുതൽ കാണാൻ പറ്റുക. മാഗി, പിന്നെ ടീ, അതൊക്കെ ഇപ്പോൾ കുറേ കാണാൻ പറ്റാറുണ്ട്. ഇവിടെ പിന്നെ 2 സൈഡിലും കടകളാണ്. കുറേ കുരങ്ങൊക്കെ ഉണ്ട്. ഈ കാണുന്ന സ്പൈസസ് ആണ്. അതെ കണ്ടോ, അവിടുത്തെ ഞാൻ പാക്ക് ചെയ്തിരിക്കുന്ന സ്പൈസസിനായിരുന്നു ഞാൻ കാണിച്ചത്. ഇവിടെ ഫുള്ളി അവർ കിലോ കണക്കിന് നമ്മൾ അല്ലാണ്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസ് ആണ് ഈ കണ്ടത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് കയറാം. അവിടേക്കുള്ള ടിക്കറ്റാണ് നമ്മളെടുത്തത്. ഇതാണ് ഡോൾഫിൻ നോസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ആ ഒരു പോയിന്റാണ് ഡോൾഫിൻ നോസിൻ്റെ. ഇത് ഇവിടെ നിന്നൊന്നും കറക്റ്റായിട്ട് കാണുന്നില്ല. ഡ്രോൺ ഉണ്ടായിരുന്നു. ഈ മഹാലിനെ കണ്ടോ? കണ്ടു ഇരിക്കുന്നത്. എന്നിട്ട് പോസ് ചെയ്തേക്കുക ക്യാമറയിലേക്ക്. ഇവിടെ കൂടുതലും കുരങ്ങൊക്കെയാണ്. ഇത് കണ്ടോ, കുരങ്ങൊക്കെ ചാടിക്കളിക്കുന്ന വഴിയിൽ മൊത്തം കുരങ്ങാണ്. ഈ ഫോണൊക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ നല്ല രസമായി നിങ്ങളെയൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കാണാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതേ കണ്ടോ, കുറേ ഉണ്ട്. ഇവിടെ നിറയെ കുരങ്ങാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോലും പറ്റൂല ചിലപ്പോൾ. അത് വന്നിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവർ ഓടിക്കുന്നുണ്ട്. ആൾക്കാർ വന്നിട്ട് അവിടെയുള്ള കടകളിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇതിനെയൊക്കെ ഓടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോകുന്നില്ല. ഇവിടെ ഫുഡൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും. ഇത് കണ്ടോ, അതിൽ ടബിൽ വെള്ളം കുടിക്കുക. കൊള്ളാല്ലേ. പിന്നെ എന്താ, നമ്മൾ ഇവിടെ കയറിയിട്ട് അവിടെ പൊക്കത്ത് പോയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടും തോന്നുന്നു ഡോൾഫിൻ നോസിൻ്റെ. നമുക്ക് പോയി നോക്കാം അവിടെ. ഇതാണ് ഡോൾഫിൻ നോസ്. ഇവിടെ കയറിയാലാണ് നല്ല ഭംഗിയിൽ കറക്റ്റായിട്ട് ആ ഒരു ഡോൾഫിൻ നോസ് തന്നെ കാണുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇതൊക്കെ. കണ്ടോ, നല്ല ഭംഗിയില്ലേ. നല്ല പച്ചയായിട്ട് കിടക്കുന്ന മലകളൊക്കെ നല്ല ഭംഗിയാണ്. നീല നീല ആകാശ്, ഗ്രീൻ ഗ്രീൻ പഹാഡേ. അതെ, ഈ കാണുന്നതാണ് വാട്ടർഫോൾ, കാതറീൻ വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നല്ല തണുപ്പാണ്. ഈ തണുപ്പിൽ മാഗി കഴിക്കാനുള്ള ഒരു സുഖം വേറെ തന്നെയാണ്. മാഗി, പിന്നെ ഓംലേറ്റ്, പിന്നെ ഒരു ചൂട് ചായ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ആ ഒരു ടീ ബ്രേക്കിലാണ്. അപ്പോൾ ഈ പച്ചപ്പൊക്കെ കണ്ടിട്ടുള്ള ഒരു ടീ ബ്രേക്ക് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യണം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്ത് നമ്മൾ റിലാക്സ് ആവും. മൈൻഡ് ഫുള്ളി നമുക്ക് എന്താ പറയുക, റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് കണ്ട മറ്റേ ആദിവാസി കുടിലാന്ന് തോന്നുന്നു. അവർ അവിടെ നിന്ന് ഇവിടെയാണ് ഇത് കാണിച്ചിട്ടാണ് പറഞ്ഞത് ആദിവാസി കുടിലാന്ന്. ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്ന വീടുകളൊക്കെയാണിത്, കുടിലൊക്കെയാണ്.
പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അവർ ക്രിക്കറ്റോ എങ്ങാണ്ടോ കളിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ വാസസ്ഥലം, ഇവിടെയുള്ള ആദിവാസികളുടെ. ദേ ഇതാണ് ഇവിടുത്തെ പ്രത്യേകം വ്യൂ എന്ന് പറയുന്നത്. ഇത് ഈ ഭംഗി കാണണമെങ്കിൽ ഈ കുന്നൂറിലേക്ക് തന്നെ വരണം. നല്ല തണുപ്പ് നല്ല കൂടിയിട്ടുണ്ട്. പിന്നെ മഞ്ഞൊക്കെ ഇപ്പോൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, സൺസെറ്റ് ആവാറായി. ഇപ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നല്ല തണുപ്പാണ്. ഒരു ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. കണ്ടോ, പോകുന്നു ഫ്ലൈറ്റ്. കുന്നൂരിലാണ്. അപ്പോൾ നല്ല ഹൈറ്റിലാണ് പോകുന്നത് ഫ്ലൈറ്റ്, സീ ലെവലിൽ നിന്ന്. ഓക്കെ, ഞങ്ങൾ തിരിച്ച് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. അതേ കണ്ടോ, ഫുൾ തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ ക്രൗഡും ഇല്ല അധികം. അപ്പോൾ അതുകൊണ്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസും, പിന്നെ നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഒരു പ്യുവറസ്റ്റ് ഫോം ഓഫ് നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ കുന്നൂരിൽ തന്നെ നമ്മൾ വരണം. അല്ലാണ്ട് നമുക്ക് ഊട്ടിയിൽ ചെന്നാലൊന്നും നമുക്ക് ഈ ഒരു നേച്ചർ, നേക്കഡായിട്ടുള്ള ആ ഒരു നേച്ചർ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മൂൺറൈസായി ഞങ്ങളുടെ ഫസ്റ്റ് ഡേ എൻഡായിരിക്കുന്നത്. ഇതാണ് മേട്ടുപ്പാളയം ടൗൺ നൈറ്റ് വ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിനേക്കായി സ്റ്റേ ട്യൂൺ. ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.